Hey there, Pooja here. ഇന്ന് നമ്മൾ റാസൽ ഖൈമ എമിറേറ്റിലെ അൽക്കവാസിം കോർണിഷിന്റെ അടുത്തുള്ള ആ ഒരു ഗ്രൗണ്ടിലാണുള്ളത്. റാസൽ ഖൈമയിലുള്ളവർക്കൊക്കെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഇന്ന് നമ്മൾ ഇഫ്താർ ക്യാനൽ കാണാനായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത് കാണാനൊക്കെ. റമദാൻ മന്തിൽ ത്രൂ ഔട്ട് എല്ലാ ദിവസവും നോമ്പ് മുറിക്കുന്ന ടൈം ആകുമ്പോൾ ഈ പീരങ്കി ഫയർ ചെയ്യും. യു എയിലെ മിക്ക എമിറേറ്റിലും പല പല സ്ഥലങ്ങളിലായിട്ട് ഇത് നടത്താറുണ്ട്. ശരിക്കും ഈ പീരങ്കി ഫയർ ചെയ്യുന്നത് നോമ്പ് മുറിക്കാൻ ടൈം ആയി എന്ന് അറിയിക്കാനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പള്ളിയിൽ നിന്ന് വാങ്ങ് വിളിയൊക്കെ കേൾക്കുമല്ലോ, അപ്പോഴേ അറിയാൻ പറ്റൂലെന്ന്. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. 1960s ഈജിപ്തിൽ തുടങ്ങിയ ഒരു ട്രഡീഷനാണ്. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ ഈ ആംപ്ലിഫയറും മൈക്രോഫോണൊന്നും ഉണ്ടായിരുന്ന കാലമല്ലല്ലോ. അന്നൊക്കെ ഈ പീരങ്കിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ള ടൈം ആയിന്ന്. ഇത് ഈജിപ്തിൽ തുടങ്ങിയ ഈ ഒരു സംഭവം അന്ന് മുതലേ യു എയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ഒരു ട്രഡീഷൻ അവർ നടത്തിക്കൊണ്ട് പോവുകയാണ്. എല്ലാ സ്ഥലത്തൊന്നുമില്ല, ഓരോ എമിറേറ്റിലും പല പല സ്ഥലങ്ങളിൽ. ദുബായിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നോമ്പ് മുറിക്കാനായിട്ട് ഒറ്റ പ്രാവശ്യമാണ് ഫയർ ചെയ്യുന്നത്. അതല്ലാതെ 2 പ്രാവശ്യം ഫയർ ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. ഒരു 3 ദിവസങ്ങൾ അങ്ങനെയുണ്ട്. അത് ഈ പുണ്യമാസം സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയാനായിട്ട് നമ്മൾ ചന്ദ്രക്കല കാണുമ്പോഴാണല്ലോ റമദാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ 2 പ്രാവശ്യം ഫയർ ചെയ്യാറുണ്ട് അന്നത്തെ ദിവസം. അതല്ലാതെ പിന്നെ ഈദുൽ ഫിത്തർ ആയി എന്നുള്ളത് അനൗൺസ് ചെയ്യാനായിട്ട്, അത് കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാളിൻ്റെ പ്രെയർ കഴിഞ്ഞിട്ടും 2 പ്രാവശ്യം ഫയർ ചെയ്യാറുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് ഓതറൈസ്ഡ് ഓഫീസേഴ്സ് വന്നിട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിക്കാണ്. ഒരു ഓഫീസർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവർ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കാർട്രിഡ്ജ് കൊണ്ടുവരുന്നു, ലോഡ് ചെയ്യുന്നു, അത് ട്രിഗർ ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. ഫയറിങ്ങിന് ടൈം ആകുമ്പോൾ തന്നെ എല്ലാവരും ഒരു ഡിസ്റ്റൻസിലോട്ട് മാറ്റി നിർത്തും. ഫയറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ക്യാനൺ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അതിലെന്തൊരു ഹൂക്ക് പോലെ ഉണ്ട്, അത് ആ വണ്ടിയിൽ പിടിച്ച് ഇട്ടിട്ട് നേരെ കൊണ്ടുപോകും. എല്ലാവർക്കും ഈ ക്യാനൻ്റെ അടുത്ത് വരെ പോയി നോക്കാനും ഫോട്ടോസ് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഓഫീസേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.